ഒരിക്കലും ഇസ്ലാം മതം നബിതങ്ങൾ പ്രചരിപ്പിച്ചിട്ടില്ല. നബിതങ്ങൾ പ്രചരിപ്പിച്ചത് സ്നേഹമാണ്. APEK സുന്നി ഷിയ എന്ന് പറഞ്ഞ വിവേചനങ്ങളൊന്നുമില്ല. മറിച്ച് സർവരെയും മനുഷ്യനായി കാണാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് സൂഫിയാകാൻ കഴിയും. കൊടി പിടിച്ച് സംഘടനാ പ്രവർത്തനം നടത്തുക എന്നത് നമ്മുടെ ലക്ഷ്യമേ അല്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആൾക്കാരും അല്ലിത്. സൂഫി ഒരു വ്യക്തിയുടെയും നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയില്ല നിങ്ങൾ സ്വർഗത്തില, ഞങ്ങൾ നരകത്തില, അല്ലെങ്കിൽ ഞങ്ങൾ സ്വർഗത്തില, ഞങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകൂ. ആ ഒരു ശാഠ്യം സൂഫിക്ക് ഒരിക്കലുമില്ല. മതം വെടിയുക, മനുഷ്യനെ സ്നേഹിക്കുക, ഇതാണ് സൂഫിസം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മതസംഘടനകളുമായിട്ട് അല്ല, മതസംഘടനകള് എപ്പോഴും സൂഫികളുമായിട്ട് അലയൻസാണ്. പിന്നെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ അലയൻസാണ്. എന്തുകൊണ്ടെന്നാൽ ബീരാൻ ഔലിയ സൂഫിയായിരുന്നു, മതവാദിയായിരുന്നില്ല. അദ്ദേഹത്തെ കാണാൻ എല്ലാവരും വരും. പക്ഷെ മതത്തിന്റെ ആൾക്കാർ അദ്ദേഹത്തെ മതത്തിന്റെ വ്യക്തിയാക്കി മാറ്റുന്നു. അജ്മീർ ഖാജയും അങ്ങനെയാണ്. എല്ലാ മഹാത്മാക്കളെയും മുഹമ്മദ് നബിയെയും ഇസ്ലാമിന്റെ പ്രവാചകനാക്കി മാറ്റി മനുഷ്യത്വത്തിന്റെ പ്രവാചകനായിട്ട് ഇവിടെ പരിചയപ്പെടുത്താൻ കഴിയാതെ വന്നപ്പോൾ IS പോലെയുള്ള സംഘടനകൾ ഉണ്ടായി. ലോകതലത്തിൽ ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടു. അതൊരു മതമായിട്ട് മാത്രം വ്യവഹരിക്കപ്പെടുകയും ഇന്ന് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. സൂഫി വിഭാഗത്തിൽ നൃത്തം എന്നുള്ളത് അനുവദനീയമാണ്, സംഗീതം അനുവദനീയമാണ്. ലോകത്തിൽ ആദ്യമായിട്ട് തബല ഉണ്ടാക്കിയത് നിസാമുദ്ദീൻ ഔലിയയുടെ ശിഷ്യനായ അമീർ ഖുസ്രുവാണ്, തബല. അതേപോലെ സിത്താർ ലോകത്ത് ആദ്യമായിട്ടുണ്ടാക്കിയത് അമീർ ഖുസ്രുവാണ്. ഡൽഹിയിൽ നിസാമുദ്ദീൻ ഔലിയയുടെ ശിഷ്യനാണ് അദ്ദേഹം. ദൈവവിശ്വാസി ഒരിക്കലും മതാന്ധനാവുകയില്ല, തീവ്രവാദിയാവുകയില്ല, ഭീകരവാദിയാവുകയില്ല, വിഘടനവാദിയാവുകയില്ല, രാജ്യദ്രോഹിയാവുകയില്ല, ആയുധമേന്തുന്നവനാവുകയില്ല. മറിച്ച് അയാളുടെ ആയുധം അയാളുടെ ദൈവവിശ്വാസമായിരിക്കും. ആ വിശ്വാസം ഇവിടെ പ്രചരിപ്പിക്കേണ്ടുന്നത് ഇന്നത്തെ ഒരു വലിയ തലമുറയുടെ കർത്തവ്യമാണ്. പ്രത്യേകിച്ച് ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലാണ്. ഈ ഭാരതത്തിലുണ്ടായ എല്ലാ സംസ്കാരങ്ങളെയും നാം ഉൾക്കൊള്ളുകയും നിലനിർത്തുകയും ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ സൂഫിസം വഴി ഭാരതീയത എന്താണെന്ന് ജനങ്ങളെ മൊത്തം ബോധവൽക്കരിക്കുക എന്നുള്ളത് സൂഫിയുടെ ലക്ഷ്യമാണ്.